കുറച്ച് നാളുകൾക്ക് മുമ്പ് കെ.എം. ഷാജി മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനത്തിൽ നടത്തിയ വർഗീയ പ്രസംഗം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ന്യൂസിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗം ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയും, ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് എം.എൽ.എമാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. അവർക്കത് കിട്ടണം. കേരളം പോലെ ഒരു സമുദായം ചോര ചിന്തി നമ്മുടെ പിതാമഹന്മാർ നേടിത്തന്ന അവകാശങ്ങൾ അതവർക്ക് ലഭ്യമാക്കാനുള്ള പോരാട്ടമാവണം. അപ്പോൾ കെ.എം. ഷാജിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ 10 വർഷം മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ലഭിക്കാതെ പോയ ഏത് പദ്ധതിയാണുള്ളത്? കഴിഞ്ഞ 10 വർഷം മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് നിഷേധിക്കപ്പെട്ട എന്ത് അവകാശമാണ് കേരളത്തിലുള്ളത്? കഴിഞ്ഞ 10 വർഷമായിട്ട് മുസ്ലിം സമുദായത്തിന് മാത്രം കിട്ടാതെ പോയ എന്തെങ്കിലും ഒരു ആനുകൂല്യം കെ.എം. ഷാജിക്ക് പറയാൻ കഴിയുമോ? വർഗീയത ആര് പറഞ്ഞാലും വർഗീയതയാണ്. കെ.എം. ഷാജി പറഞ്ഞാലും വർഗീയതയാണ്. സജി ചെറിയാനും പറഞ്ഞാലും വർഗീയതയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാലും വർഗീയതയാണ്. സുകുമാരൻ നായർ പറഞ്ഞാലും വർഗീയതയാണ്. എ.കെ. ബാലൻ പറഞ്ഞാലും വർഗീയതയാണ്. ബി.ജെ.പിക്കാർ പറഞ്ഞാലും വർഗീയതയാണ്. വർഗീയത ആര് പറഞ്ഞാലും വർഗീയതയാണ്. നിങ്ങൾ ഇപ്പോൾ നടത്തിയത് സ്വജനപക്ഷപാതമാണെന്ന് ഞാൻ പറയും. കാരണം കേരളത്തിൽ കോൺഗ്രസ് ജയിക്കുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടിയാണ് എന്നുള്ള മറ്റുള്ളവരുടെ ആരോപണം ശരിവെക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇനിയെങ്കിലും കെ.എം. ഷാജി നടത്താതിരിക്കുക. വർഗീയത ആര് പറഞ്ഞാലും വർഗീയതയാണ്. അത് കെ.എം. ഷാജി പറഞ്ഞാലും വർഗീയതയാണ്, ആര് പറഞ്ഞാലും വർഗീയതയാണ്. കേരളത്തിലെ ജനങ്ങളെ, സമാധാനത്തോടെ ജീവിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ ആരും, രാഷ്ട്രീയ നേതാക്കളും സാമുദായിക നേതാക്കളും വർഗീയത പറഞ്ഞ് ഭിന്നിപ്പിക്കാതിരിക്കുക.